അമേരിക്ക ഇറാനോട് തോറ്റുകൊണ്ടിരിക്കുന്നു. അഥവാ തോൽവി അംഗീകരിക്കാൻ തയ്യാറല്ലാതെ അമേരിക്ക തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ഇഞ്ചിഞ്ചായി തോൽക്കുന്നു, പക്ഷെ പൂർണ്ണമായി തോൽവി സമ്മതിക്കില്ല. ഇതാണ് ട്രംപിൻ്റെ നിലപാടെന്ന് പറയുന്നത്. കാരണം ഹോർമൂസ് കടലിടുക്ക് ഇനി ഒരിക്കലും അമേരിക്കയ്ക്ക് ബലം പ്രയോഗിച്ച് തുറക്കാൻ കഴിയാത്ത വണ്ണം ഇറാനും റഷ്യയും എല്ലാം അവിടെ അരക്കിട്ടുറപ്പിച്ചതുപോലെ തന്നെയാണ് അവരുടെ അധീന പ്രദേശമാക്കി മാറ്റിയത്. അമേരിക്കയ്ക്ക് ഇത് എന്തിൻ്റെ കേടായിരുന്നു എന്നുള്ളതാണ്. ഇസ്രയേലിൻ്റെ വെല്ലുവിളിയെയൊക്കെ അതിജീവിച്ച് തന്നെയാണ് ഇറാൻ ഈ സാഹസം നടത്തിയതും വിജയിപ്പിച്ചെടുത്തത്. ഇസ്രയേലിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്നത് ഭരണമാറ്റം അഥവാ സൈനിസ്റ്റ് ഭരണത്തിൻ്റെ മാറ്റം എങ്ങനെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. നെതന്യാഹുവിനെ കാരാഗൃഹത്തിലേക്ക് അടച്ചാൽ ഇസ്രയേലിൽ മാറ്റം വരും. റജീം ചേഞ്ച് ഇറാനിൽ കൊണ്ടുവരാനാണ് നെതന്യാഹു ഇത്രയും നാളും ആഗ്രഹിച്ചതെങ്കിൽ അത് ഇസ്രയേലിൽ ആപ്ലിക്കബിൾ ആക്കാൻ കഴിയുമോ എന്നുള്ളതാണ് തൊട്ട അയൽവക്ക രാജ്യങ്ങളായ ലെബനനും സിറിയയും ഒക്കെ ചർച്ച ചെയ്യുന്നത്. ഈജിപ്തും എല്ലാ അർത്ഥത്തിലും ഈ പോരാട്ടത്തിൽ ഇറാനോടൊപ്പം തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമാധാന ചർച്ചയോ അതല്ലെങ്കിൽ അറ്റോമിക് എനർജി യൂണിയനുമായി ഉള്ള ചർച്ചകളോ ഒന്നും ഇനി ഒരു രീതിയിലും ഉപയോഗപ്രദമല്ല, അല്ലെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം ഉരുത്തിരിഞ്ഞു വരാനുള്ള സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഇറാൻ വീണ്ടും സമ്പുഷ്ടീകരണ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത്. ഇറാൻ്റെ സമ്പുഷ്ടീകരണ പദ്ധതികൾ തടയാനോ തകർക്കാനോ ഇസ്രയേൽ ഇനിയും ബോധപൂർവം ശ്രമിച്ചാൽ ഇസ്രയേലിനുണ്ടാകുന്ന പ്രത്യാഘാതം അത് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരിക്കുമെന്ന് വ്ളാഡിമിർ പുടിൻ കൊടുത്തിരിക്കുന്ന താക്കീത്, ഒരൊറ്റ താക്കീത്, ആ ഒരു സാഹചര്യം മതി ഇസ്രായേലിന് ഇനി ഉള്ള കാലം ഇറാനെ ഭയന്ന് ജീവിക്കാൻ. ഇറാൻ അങ്ങോട്ട് ചെന്ന് ആരുടെ മണ്ടിയിലേക്കും കുതിര കയറില്ല. ഇറാനെ ആക്രമിച്ചാൽ, ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ മാത്രമേ തിരിച്ചു ചെന്ന് ആക്രമിക്കാൻ ചെല്ലുകയുള്ളൂ. ഇസ്രായേലിൻ്റെ അയൺ ഡോമോ ഇസ്രായേലിൻ്റെ ഈ മൊസാദ് ചാരസംഘടനയുടെ ബലമോ കണ്ട് ഇനി ഇറാൻ്റെ മണ്ടയിലേക്കോ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ അങ്ങ് തച്ചുടയ്ക്കാമെന്നോ ബെഞ്ചമിൻ നെതന്യാഹുവും സൈനിസ്റ്റ് ഭരണകൂടവും തീരുമാനിച്ചാൽ ജൂതരാഷ്ട്രം ഓർമ്മകളിൽ മാത്രമാകും എന്ന വ്ളാഡിമിർ പുടിൻ്റെ ഒരൊറ്റ താക്കീത് മതി ഇനിയുള്ള കാലം അത്രയും ഇറാന് ഏറ്റവും ശക്തമായി തലയുയർത്തി നിൽക്കാൻ. ആപത് ബാന്ധുരനായി, ഒരു ഉറ്റ ചങ്ങാതിയായി റഷ്യ എടുത്തിരിക്കുന്ന നിലപാട് തന്നെയാണിത്. ഇനി ഇറാന് ഒരു കാര്യത്തിൽ മാത്രമാണ് ശക്തമായി നിൽക്കേണ്ടത്. ഗാസയുടെ മോചനത്തിന് വേണ്ടി ഇറാൻ ഇറങ്ങുകയാണ്. അത് പക്ഷേ നേരിട്ട് ഇസ്രയേലുമായിട്ടുള്ള പോരാട്ടമല്ല. ഗാസയ്ക്ക് പുതുജീവൻ പകരാനുള്ള ഇറാൻ്റെ പുതിയ ആവിഷ്കരണ തന്ത്രങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ ഏറ്റവും പ്രധാനമായി ഇറാൻ ആവിഷ്കരിക്കാൻ പോകുന്നത്.